ഫ്രണ്ട്സ്, എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്ന ഈസി ചിക്കൻ ബിരിയാണിയുടെ റെസിപ്പിയാണ്. തന്നെ അടുപ്പിലേക്ക് വെള്ളം വെച്ച് അതിൽ ഉപ്പ്, മല്ലിയില, ഗരം മസാല തുടങ്ങിയ ഐറ്റംസ് ഇടുക. തൊട്ടപ്പുറത്ത് തന്നെ ചിക്കൻ എല്ലാം പൊരിച്ച് മാറ്റി വെക്കണം. ചിക്കൻ പൊരിച്ചെടുക്കുമ്പോഴേക്കും നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. എല്ലാവരും ഞങ്ങളുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് ഉള്ളി എരിഞ്ഞ് ഒന്ന് വഴറ്റി വെക്കണം. അപ്പോഴേക്കും നമുക്ക് ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളകൊന്ന് ചതച്ച് മാറ്റി വെക്കാം. അതിനിടയിൽ നമ്മൾ തക്കാളിയും അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഇതെല്ലാം വഴറ്റി വെച്ചിരിക്കുന്ന ഉള്ളിയിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. അപ്പോഴേക്കും നമുക്ക് അടുപ്പത്തിരിക്കുന്ന ചെമ്പിലേക്ക് അരി ഇട്ട് കൊടുക്കാം. ഭാഗത്ത് നമ്മളിത് വഴറ്റിക്കൊണ്ടിരിക്കുന്നുമുണ്ട്. അതിലേക്ക് നമ്മൾ മസാലകളും തൈരൊക്കെ ചേർത്ത് കൊടുക്കണം. എന്നിട്ട് നന്നായി മിക്സ് ചെയ്യണം. ഇനി നമ്മൾ അതിലേക്ക് കുറച്ച് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കണം. ഇനി പൊരിച്ച് വെച്ച ചിക്കനെല്ലാം അതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. എല്ലാം ഒന്ന് നന്നായി ഇളക്കി യോജിപ്പിക്കണം. അതിനിടയിൽ നമ്മുടെ അരി ഇവിടെ തിളച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഇനി ബിരിയാണി ദമ്മിടാൻ വേണ്ടി നമ്മൾ വലിയൊരു ചെമ്പിലേക്ക് നമുക്ക് മാറ്റി വെച്ച് കൊടുക്കാം. അതിൽ പകുതി ചിക്കൻ നമ്മൾ ഫസ്റ്റ് ലെയറിലായി വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം കുറച്ച് റൈസ് ഇട്ടിട്ടുണ്ട്. ഇനി ലെയർ ഗാർണിഷ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് മല്ലിയില, ഉള്ളി വഴറ്റിയത്, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഗരം മസാല ഒക്കെ നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് കുറച്ച് നെയ്യും തൂവി കൊടുക്കുന്നുണ്ട് കേട്ടോ. ദയവായി എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ലാസ്റ്റ് ലെയറും കൂടി കവർ ചെയ്യാം. അതിലേക്ക് നമ്മൾ ബാക്കി വന്ന ചിക്കനും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാം. ഈ കാര്യങ്ങളൊന്നും ഞാൻ നിങ്ങളോട് കൂടുതലായിട്ട് വിവരിക്കുന്നില്ല, കാരണം എല്ലാവർക്കും ഈ ബിരിയാണി റെസിപ്പി അറിയുന്നതല്ലേ. ഇനി നമ്മുടെ ഫൈനൽ സ്റ്റേജിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചിക്കനൊക്കെ ഇതിലേക്ക് ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ബാക്കി വന്ന റൈസും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി നേരത്തെ ചെയ്തതുപോലെ തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യണം. ഞങ്ങളുടെ വീട്ടിൽ ഒരു ഫംഗ്ഷൻ ഉണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഞങ്ങൾ ഈ ബിരിയാണി റെഡിയാക്കിയത്. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ. എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം.